അങ്ങനെ കരക്കെത്തിട്ടാ വണ്ടി ഇവിടെ ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ടായിരിക്കും കഴിയാവുന്നതും. അതിൽ കൂടെ ആരും വരണ്ട. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ വന്നാൽ മതി. ഒരാൾ ഇവിടെ ചത്ത മാതിരി ഇരിക്കണല്ലേ. ട്രാവൽ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി എന്ന് പറഞ്ഞ അതിമനോഹരമായിട്ടുള്ളൊരു ബീച്ചുണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നും പറയുന്ന പോലെ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ദൂരം നടക്കാൻ കിട്ടും, പക്ഷെ നല്ല വ്യൂ ആണ്. കുട്ടികളൊക്കെ നല്ല വിട്ട് മീൻ പിടിച്ചു കേട്ടത്. നല്ല രസമായിട്ടുള്ള സീനറി ഉണ്ടോ, രക്ഷയില്ല സ്ഥലം. പ്രത്യേകിച്ചൊന്നും കിട്ടണില്ല. കൊണ്ട് ചെറുവക മീനാണ് കാണുന്നത്. നമ്മൾ പുളിമുട്ട് കണ്ടിട്ടേ അതുവഴി ബൈക്കിന്റെ മുകളിൽ വന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം പറയാൻ, കാറായിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി താഴും. 4 വീല് ജീപ്പൊക്കെ ആണെങ്കിൽ അതും കൊണ്ട് വരാം. ബൈക്കായിട്ട് ടാസ്ക്കാണ്. പോട്ടെ, അതൊക്കെ പോട്ടെ. കണ്ടത് ഇങ്ങനെ പോണം, കുറച്ച് ദൂരം ഇങ്ങനെ തന്നെ പോകണം, അല്ലാണ്ട് രക്ഷയില്ല. ജീപ്പൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് പോകാം. കാറിന്ന് ഈ വഴിക്ക് കൊണ്ടുവരരുത്, വന്നു കഴിഞ്ഞാൽ പെട്ടു. ഇതൊക്കെ വെള്ളം വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ താമസിക്കുന്ന ആൾക്കാരട്ടെ. വീടിൻ്റെ പകുതിയോളം ഗ്ലാസ്സൊക്കെ പൊട്ടിക്കണുണ്ടല്ലോ. ഭയങ്കര കഷ്ടമാണ് ഇവരുടെ ജീവിതം. എപ്പോൾ തരാ ബാക്ക് കൂടെ വരുന്നുള്ളത് പറയാൻ പറ്റില്ല. താമസമൊന്നുമില്ല തോന്നുന്നുണ്ട് കാണുമ്പോൾ. വീടൊക്കെ കടലിൽ നിന്ന് തിരമാല വന്നിട്ട് അടിച്ചിട്ട് കണ്ടില്ലേ, മൊത്തം നശിച്ചതല്ല. മൊത്തം പൊളിഞ്ഞാല കിടക്കുന്നത്. വീട് താമസമൊന്നുമില്ല. ഇങ്ങനെ വെള്ളം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളം അടിച്ച് കയറുകയാണെങ്കിൽ എങ്ങനെയാ താമസിക്കാൻ പറ്റുക? ഇത്രയും വരെ കടൽ കയറി.
സ്കൈയൊക്കെ നല്ല ഭംഗിയിലൊക്കെ കാണണം കേട്ടോ, വരച്ച പോലെ തോന്നണം. നമുക്ക് കുറച്ച് ദൂരം കൂടി പോയി നോക്കാം അവിടുത്തെ കാഴ്ചകൾ. ബൈക്കിൻ്റെ മുകളിൽ വരുമ്പോഴൊരു ടാസ്ക് എന്താ വെച്ചാൽ ഈ കണ്ടില്ലേ ഈ മണലൊക്കെ അതിൽ കൂടെ ഒക്കെ വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം വരിക. ഇഷ്ടപ്പെടുന്നതല്ല, ഇതിൽ കൂടെ ഒക്കെ പോകാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ഈ വഴിക്ക് വന്നിട്ട് കാര്യമുള്ളൂ. കാരണം ബൈക്ക് കൊണ്ടുവരൽ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റില്ല. അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കുക, വരുമ്പോൾ കുറച്ചധികം ദൂരം ഈ മണലിലൂടെ തന്നെ വരേണ്ടി വരും. കാരണം റോഡിലേക്കൊക്കെ മണൽ കയറിയിട്ട് റോഡ് കംപ്ലീറ്റ് മൂടി കിടക്കുക കണ്ടില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് സൂക്ഷിച്ച് വേണം വരാൻ. ഇവിടെ ചെറിയൊരു വീടുണ്ടായിരുന്നു കണ്ടില്ലേ, അതൊക്കെ തിരവന്നടിച്ചിട്ട് ഒക്കെ പൊളിഞ്ഞു പോയി. കോഴിക്കൂട് ആട്ടുംകൂട് അങ്ങനത്തെ സംഭവമാണ്. ഒരു വീട് അവിടെ മൊത്തം പൊളിഞ്ഞ നിലയിൽ. ഇത് വീടെല്ലാം ഉണ്ട് കേട്ടോ. ആ ഇത് പൊളിഞ്ഞു വീണ വീടിൻ്റെ വല്ല കിച്ചണോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇഷ്ടമാവും. കാരണം അത്രയും ഭംഗിയാണ് സ്ഥലം. ഇങ്ങനെ കുറച്ച് അധികം ദൂരമുണ്ട്. നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ സാഹസികമായിട്ടേ ഒന്നിതാ താഴത്തേക്ക് ഇറക്കി വയ്ക്കി സ്കൂട്ടർ. ഒരു രക്ഷയില്ലട്ടോ, അവിടുന്ന് തള്ളി കയറ്റി ലാസ്റ്റ്. എങ്ങനെയുണ്ട്? അടിപൊളി. പട്ടി കഥക്കണ മാതിരിയെ കഥക്കണ, ഒരു രക്ഷയില്ല. വയ്യാണ്ടേ. കുറച്ച് ദൂരം കൂടി നമുക്ക് ഇങ്ങനെ പോകാണ്ട്, തള്ളിയിട്ട് തന്നെ പോകണം. ഇതിൽ കൂടെ ഉള്ള യാത്രയെ കുറച്ച് കഠിനാട്ടാ. ഞങ്ങൾക്ക് വരെ വയ്യാണ്ടായി. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ ഈ വഴിക്ക് വന്നാൽ മതി. വന്നത്ര ദൂരം തന്നെയാണല്ലേ അങ്ങോട്ട് വീണ് പോകാണ്ട്. എന്താ അവസ്ഥ? ബൈക്ക് തള്ളിയിട്ടേ രണ്ടാൾക്ക് വയ്യാണ്ടായി. അത് കണ്ടില്ലേ, ബൈക്കിൽ ആശുപത്രി അവിടെ കുത്തിച്ചേരിച്ചേക്കുക. ക്ഷീണിച്ചു, വണ്ടിയിൽ പോകാൻ പറ്റൂല. രണ്ടാളെ മാറി മാറി തള്ളുക. ക്ഷീണായ വഴി വന്നോടത്തോളം വീണ്ടും ടാസ്ക് ആവുക. എത്ര ദൂരം പോയിട്ടും എത്ര കാണാനില്ല. അവിടെ ഒരു പൊളിഞ്ഞ നല്ലൊരു വീട് കാണാനുണ്ട്. എന്താണ് അതിൻ്റെ അവസ്ഥ നോക്കി നോക്കും. നല്ലൊരു വീടായിരുന്നു, മൊത്തം പൊളിഞ്ഞ് മൊത്തം മോശമായ നില നാട്ടില്. എത്ര കഷ്ടപ്പെട്ടിട്ട് കയറ്റിയതാവൂലേ. ഇനി കുറച്ച് ദൂരം കൂടി ഞങ്ങൾ പോകാണ്ട്. ഒരു ഒടുക്കത്തെ ടാസ്ക്കായി. തുടക്കത്തിൽ നമ്മൾ ഭയങ്കര ആവേശത്തിൽ പറഞ്ഞാണ് ഓഫ് റോഡ് താല്പര്യമുള്ള ആൾക്കാർ വന്നായിരുന്നൊക്കെ. അവസാനം പറയേണ്ടി വന്നു, ഒരു രക്ഷയില്ലാന്ന്. ഗേറ്റൊക്കെ നോക്കി, വീട്ടിലുള്ള ഗേറ്റാണ്. ഗേറ്റ് ഏതാ, കടലേതാ, പറമ്പേതാന്ന് മനസ്സിലാവാണ്ട് കിടക്കണം. ഇതാണ് ശരിക്കും റോഡ്, ടാറിട്ട റോഡാണ് കേട്ടോ. മൊത്തം മണൽ അടിച്ചു കയറിയിട്ട് രൂപം മാറി. ഇനി നമുക്ക് അങ്ങോട്ട് തന്നെ പോണ്ട്, പോയി നോക്കാം. ഒരു രക്ഷയില്ല, തോറ്റുപോയി. ആ ദൂരം കണ്ട, അതുവരെ പോയാൽ വഴി കാണുമെന്ന് വിചാരിക്കണേ. അറിയില്ല, ബാക്കിലിതാ കടലും കാര്യങ്ങളൊക്കെ. ഏകദേശം പുള്ളിമുട്ടിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ വന്ന വഴി. ഈ കടലിൻ്റെ ഇതിൽ കൂടെ തന്നെയാണ് കേട്ടോ ബാക്കിൽ കാണുന്ന. ഇതാ
ഇതുവഴിയാണ് റോഡ്. പക്ഷേ റോഡ് കംപ്ലീറ്റ് മണൽ വന്നിട്ടേ പോയിക്കണു. ഇനിതാ അതുവരെ പോയി കഴിഞ്ഞാൽ റോഡ് കാണുമെന്ന് വിചാരിക്കണേ. പോയി നോക്കാം. വയ്യാണ്ടായി ഞങ്ങളവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നിൽക്കുക. ബൈക്കിന് കൊണ്ട് പോകാൻ പറ്റില്ല, തള്ളിയില്ല പറ്റും. കഴിയാവുന്നതും അതിൽ കൂടെ ആരും വരണ്ട. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ വന്നാൽ മതി. ഒരാൾ ഇവിടെ ചത്ത മാതിരി ഇരിക്കണല്ലേ. അങ്ങനെ എന്താ നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇനി ബീച്ചിൻ്റെ അവിടുത്തെ ചെറിയ കാഴ്ചകൾ കാണാം. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നല്ലോണം ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറച്ച് കുതിരകളെ വളർത്തുന്നൊരു സെറ്റപ്പൊക്കെ കാണാം. ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ച് അധിക ദൂരം ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. കടലിൻ്റെ അതിൽ കൂടെ തന്നെയാണ് മെയിനായിട്ടുള്ള ഇത്. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ സ്നേഹതീരത്തേക്ക് എത്തും. അപ്പോൾ പോകുന്ന വഴിയുള്ള കുറച്ച് സ്പോട്ടുകളുണ്ട്, നമുക്ക് കാണാം. ഈ ഒരു സ്ഥലം കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ളൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഈ സൈഡും. ഇത് ബീച്ചിൻ്റെ ഏരിയ ആയ കാരണം കൊണ്ട് വളരെ നല്ല രീതിയിൽ കാണാൻ പറ്റും നമുക്ക്. ഈ ഒരു സ്പോട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നല്ല രസമായിട്ടുള്ള സംഭവം. ഇവിടെ രണ്ടാൾക്കാർ വെയിലുണ്ട് നാശമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ആ സൈഡാണ് നമ്മൾ നേരത്തെ നടന്നു വന്നില്ലേ, ബൈക്കും കൊണ്ട് നടന്നു വന്നില്ലേ, ആ സ്ഥലമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോകളോ കേട്ടോ. അപ്പോൾ അടുത്തൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. തളിക്കുളം തമ്പാങ്കടവിനോട് ഞങ്ങൾ യാത്ര പറഞ്ഞ് തിരിച്ചു പോകണം. വിഷ്വല് രക്ഷയില്ലാത്ത വിഷ്വൽ കേട്ടോ. ഇതിൽ കൂടെ പോകണം.